ഗവർണറും ഒരുമിച്ച് ഒരു ചർച്ച ചെയ്ത വിഷയത്തെ എന്താണ് പറഞ്ഞത്, മാസപ്പടി സെറ്റിൽ ചെയ്യാൻ പോയി എന്ന് പറഞ്ഞവരല്ലേ ഇവർ. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഗവർണർ എന്ന് പറയപ്പെടുന്ന പദവി പ്രതിപക്ഷ രാഷ്ട്രീയ സംവിധാനങ്ങൾ ഭരിക്കുന്നിടത്ത് രാഷ്ട്രീയമായി കാണുന്നു എന്ന് പറയപ്പെടുന്ന ഒരു സംഭവമാണ്. UGCയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞിട്ടില്ലേ, സംസ്ഥാനവും UGCയുമായുള്ള ഒരു നിയമതർക്കം വരികയാണെങ്കിൽ UGCയുടെ നിയമമാണ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട The governor must be conscious to not create roadblocks or checkhold the state legislature in order to thwart and break the will of the people for political ends. ഇതിന്റെ അർത്ഥം എന്താ ഉല്ലാസേ? The members of the state legislature have been elected by the people of the state. As a result of the democratic outcome, are better attuned to ensure the well-being of the people. Hence, any expression contrary to the express choice of the people, in other words, the state legislature, would be a renege on the constitutional oath. ഇതെന്താ ഇത്? രാഷ്ട്രപതിയും ഗവർണറുമായിട്ടുള്ള ആശയവിനിമയം നടക്കുകയാണ്, കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ദൈനംദിന കത്തിടപാട്, അതേപറ്റിയൊക്കെയാണോ ഈ ഉത്തരവിലുള്ളത് ഈ വാചകങ്ങൾ? അല്ല വേണു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ ബില്ല് പാസ്സാക്കുന്ന സമയവുമായി ബന്ധപ്പെട്ടും ഗവർണർ തടഞ്ഞു വെച്ചിരിക്കുന്ന ബില്ലുമായി ബന്ധപ്പെട്ട് ഒരു കേസ് വരുന്ന സമയത്ത് സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട ഗവർണർമാർ എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണം എത്തിയിരിക്കുന്നു. സ്വാഭാവികമായിട്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ ഗവർണർമാർ എടുക്കേണ്ട കാര്യങ്ങൾ ഇന്ന കാര്യങ്ങളാണ്, അതിൽ ഇന്ന സമയങ്ങളിൽ ചെയ്യേണ്ടതാണ്, പ്രസിഡന്റിന് വിടേണ്ട കാര്യങ്ങൾ ഇതാണ്, അതിൽ അവ്യക്തത വരാത്തതുണ്ട്, വ്യക്തത വരുന്ന കാര്യങ്ങളുമുണ്ട്. സ്വാഭാവികമായിട്ട് സുപ്രീം കോടതി ഒരു ക്ലിയർ ആൻഡ് ക്ലാരിറ്റി ആയിട്ട് അതിന്റെ ടൈം ലിമിറ്റിനെ കൃത്യമായി നിശ്ചയിക്കപ്പെട്ട് അതിന്റെ നിരീക്ഷണങ്ങൾ കണ്ടെത്തുന്ന സമയത്ത് സ്വാഭാവികമായി ഗവർണർമാർ അതുമായി ബന്ധപ്പെട്ട് ഇതാണ് ഇവരുടെ വാദഗതിയുടെ പിൻബലം എന്ന് പറയുന്നത്. സുപ്രീം കോടതി നടാടെയാണ് ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നത് എന്നാണ് ഉല്ലാസ് അടക്കമുള്ളവരുടെ വാദം. സാങ്കേതികമായത് ശരിയാണ്, സാങ്കേതികമായി ശരിയാണത്. ആർഷോദിനുള്ള മറുപടി. അതിനകത്ത് ഉല്ലാസ് ഉൾപ്പെടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ രാജ്യത്തിന്റെ ഭരണഘടന പിറവി കൊണ്ടിട്ട് 7.5 പതിറ്റാണ്ടാകാണ്. ഈ 7.5 പതിറ്റാണ്ടായിട്ട് ഈ രാജ്യത്ത് സ്വതന്ത്ര ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങൾ നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട്. ആ നിയമനിർമ്മാണം, അവർ നിർമ്മിച്ച ബില്ലുകൾ ഗവർണർമാർ ഒപ്പുവെച്ചിട്ടുണ്ട്, അത് നിയമമായി മാറിയിട്ടുണ്ട്. ഈ 7.5 പതിറ്റാണ്ട് കാലയളവിനിടയിൽ ഈ ഒരു ടൈമുമായി ബന്ധപ്പെട്ട്, ഈ ഒരു സമയവുമായി ബന്ധപ്പെട്ട് ഈ നിലയിലൊരു തർക്കം രൂപപ്പെട്ടു വന്നിട്ടില്ല. ഇതെവിടെ രൂപപ്പെടുന്നത്? ഈ രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റ്, BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ഏത് പോയിന്റിലാണോ ഭരണഘടനാ പദവി വഹിക്കുന്ന ഗവർണർമാരെ പൊളിറ്റിക്കൽ ടൂളായി ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലെ ഭരണം സ്തംഭിപ്പിക്കുന്നതിന് വേണ്ടി, ചലനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടി തുടങ്ങിയത്, ആ ഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭിച്ചൊരു ലൂപ്പാണിത്.